എല്ലാവർക്കും നമസ്കാരം. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. വ്യാജ വോട്ടിൻ പേര് പറഞ്ഞ് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ അമ്മയെ കണ്ട് മരിക്കില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നലെ BJP-ക്കാരും RSSകാരും സംഘപരിവാർക്കാരും ഉയർത്തിയ മുദ്രാവാക്യമാണ്, കൊലവിളിയാണ്. കേരളത്തിൽ എന്തും നടത്താം, എങ്ങനെയും ഏത് അക്രമവും നടത്താം എന്ന് വിളിച്ചു പറയാണ് അവര്, സംഘികൾ വിളിച്ചു പറയാണ്. ഇതിനൊക്കെ അധികാരം കൊടുത്തത് ആരാണ്? ഇവരെ ഇതുപോലെ മുദ്രാവാക്യം വിളിക്കാൻ അനുമതി കൊടുക്കുന്ന ആരാണ്? കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടോ? കേരളത്തിൽ പോലീസ് ഉണ്ടോ? കേരളത്തിൽ കോടതികളുണ്ടോ? എന്തുകൊണ്ടാണ് ഇവരുടെ പേരിൽ കേസെടുക്കാത്തത്? ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇതുവരെ ഒരു കേസ് നിലവിലില്ല. എനിക്ക് പറയാനുള്ളത്, CPM-ന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി വിജയനിൽ നിന്ന് ആഭ്യന്തരം ഒഴിവാക്കുക. പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി മുഖ്യമന്ത്രിയായിട്ട് മാത്രം ഇരുന്നാൽ മതി. ചുണയുള്ള ഏതെങ്കിലും നല്ല ഒരു CPM-കാരനെ മന്ത്രിയാക്കണം, ആഭ്യന്തര മന്ത്രിയാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണം. എന്നിട്ട് ഈ ചെറ്റകളെ, ഈ സംഘികളെ നേരിടാൻ തയ്യാറാകണം. അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണം. അതാണ് CPM-ന് നല്ലത്. അധികാരം തലയ്ക്ക് പിടിച്ചു, തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ആക്ഷനും എടുക്കാത്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? വേറെ ഏതെങ്കിലും സമുദായക്കാരായിരുന്നെങ്കിൽ എത്ര കേസെടുക്കുമായിരുന്നു? വീട്ടിൽ കിടന്നുറങ്ങാൻ ഒക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഭയക്കുന്നത്? എന്തിന് ഭയക്കണം? വേറൊരു കേന്ദ്രമന്ത്രി ഒരു ചെറ്റ കാറ് വാങ്ങിക്കുമ്പോൾ പോണ്ടിച്ചേരിക്കാരൻ, വോട്ട് ചെയ്യാനെത്തുമ്പോൾ തൃശ്ശൂർക്കാരൻ, കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്തുകാരൻ, ശരിക്കും കൊല്ലത്തുകാരൻ. രാജ്യസ്നേഹിയാണ് അദ്ദേഹം. രാജ്യസ്നേഹിയാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പൊ എല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചാനലുകളിൽ? അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. യവനെയെല്ലാം നിലയ്ക്ക് നിർത്താൻ ഇന്ത്യയിൽ നിയമങ്ങളില്ലേ? കേരളത്തിൽ നിയമങ്ങളില്ലേ? പോലീസ് ആക്ട് ഇല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ എന്താണ് നിഷ്ക്രിയരായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നുകിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോവുക പിണറായി വിജയൻ, അല്ലെങ്കിൽ ഇവനെയെല്ലാം പിടിച്ച് അകത്താക്കാനുള്ള ആർജവം വേണം, അതിനുള്ള കഴിവ് വേണം, അതിനുള്ള തൻ്റെ ഇടം വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് CPM-കാരോടും ഈ CPM-നെ നയിക്കുന്ന പിണറായി വിജയനോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നുമല്ലെങ്കിലും MA ബേബി ആണത്തമുള്ളവൻ, MA ബേബിയെ പോലുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാകണം. എങ്കിലേ ഇവിടെയുള്ള സംഖ്യകളെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ. ആ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ നാടിന് ആപത്താണ്. ഈ നാട്ടിൽ ആർക്കും ജീവിക്കാനൊക്കില്ല. ആരെയും കൈ വെട്ടും, കാല് വെട്ടും, അവരുടെ തലയും വെട്ടും. അമ്മയെ കണ്ട് മരിക്കുകയില്ല. അപ്പോ ഇതെല്ലാം വന്നത് ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് ഒരു 10 പേര് മതി, 1000 ഈ സംഖ്യകൾ വന്നാലും അവർ നേരിടുമായിരുന്നു. എന്തായാലും ശരി, അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.